ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ദോശന്റെ റെസിപ്പീസ് ആണ്. നമുക്ക് ഒരേ മാവ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു 4 ദോശന്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്നാട്ടാ ചേർക്കുന്നത്. മുഴുവനായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് പുതിർത്തി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ അങ്ങനെ പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ 4 മണിക്കൂറിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുക്കാം. അപ്പൊ ഞാനിതാ കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുത്തിന്. എന്നിട്ട് ഇതാ മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പകുതി മിക്സിന്റെ ജാറിൽ ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്ത് വന്നേ. അപ്പൊ ഇതാണ് 2 ബാച്ചായിട്ട് അരച്ചെടുത്തിന്. എന്നിട്ട് അതാ മിക്സിന്റെ ജാറിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ചെയ്യാം. ഈ ഒരു ലെവലിലാട്ടോ ഞാൻ അരച്ചെടുത്തത്. നമ്മളെ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട്, എന്നാൽ നല്ല ലൂസായി പോകാൻ പറ്റൂല. ഈ ഒരു രീതിയിൽ അരച്ചിട്ടെടുക്കാം. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. അപ്പൊ ഇതാ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോ ഞാൻ പിറ്റേന്ന് രാവിലെ ആട്ടോ എടുക്കുന്നത്. പിറ്റേന്ന് രാവിലത്തേക്ക് പുളിച്ചിട്ട് പൊങ്ങി വന്നിന്, നല്ല സോഫ്റ്റ് ആയി വന്നിന്. ഇത് നമ്മൾ അരച്ചു വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഫസ്റ്റ് പാവ് ബജിന്റെ ദോശയാട്ടാ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ച് വെച്ചിന്. വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് അതില്. അപ്പൊ അത് നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനിതാ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് നമ്മൾ ആക്കി വെച്ച ആ ഒരു ബാറ്ററിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോ പാവ് ബജിന്റെ ദോശയാട്ടാ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിന് മേലെ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരു ടേബിൾ സ്പൂൺ വീതം അങ്ങനെ മതിയാവും. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ ഉടച്ചിട്ട് മാറ്റി വെച്ച ആ ഒരു വെജിറ്റബിൾസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടിയിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിന് മേലെയായിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിപ്പോ പാവ് ബജിന്റെ മസാലയാണ്. 1 ടേബിൾ സ്പൂണ് പാവ് ബജിന്റെ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മേലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ദോശയിലേക്ക് നല്ലോണം തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മേലെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ദോശ നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നാലേ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ നിന്ന് മടക്കി കൊടുക്കാം. അപ്പൊ നമ്മളെ പാവ് ബജി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട്
എഗ് ദോശന്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു ബൗളിൽ ഒരു മുട്ട എടുത്തിന് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടാ ഇട്ടത്. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടന്റെ മിക്സ് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശന്റെ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കാം. ഇതൊന്ന് ആയി വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ എഗ് ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വെജിറ്റബിൾ ദോശയാട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സെയിം സ്റ്റെപ്പ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ദോശന്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ ചെയ്യാം. അതിന് മേലെയായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് തേച്ചു കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് കാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കോണ് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് ഞാൻ ഇപ്പം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൈ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ആ ചീസ് ഒന്ന് മെൽറ്റായി വന്നോട്ടെ. അപ്പൊ ഇതാ ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെജിറ്റബിൾ ദോശയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്ത ദോശ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ മിക്സിന്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളിന്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളിന്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടാ ചേർക്കുന്നത്. പിന്നെ ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. നല്ല ലൂസായി പോകാൻ പാടില്ല. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ അങ്ങനെ അരച്ചിട്ടെടുക്കാം. ഇനിതാ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചെയ്ത ആ ഒരു സെയിം സ്റ്റെപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തുടച്ചിട്ടെടുക്കാം. എന്നിട്ട് ദോശന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം.
ദോശ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് നെയ്യിലാട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം. നെയ്യോ ഓയിലോ ബട്ടറോ വെളിച്ചെണ്ണ ഏതാന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു മിക്സ് ദോശൻ്റെ മേലെയായിട്ട് തേച്ച് കൊടുക്കാം. ആ ദോശൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് ആയി വരട്ടെ. അതൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്നൊന്ന് ദോശ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അത് പാനിനെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാണിച്ച റെസിപ്പി എല്ലാം എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.